ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 121 സങ്കീർത്തനം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒത്തിരി പേർക്കും കാണാതെ അറിയാവുന്ന ഒരു വചനഭാഗം, ഒരു സങ്കീർത്തനമൊക്കെ ആയിരിക്കും. ശരിക്കും കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ ഏത് സമയത്തുമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കാൻ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് 121 സങ്കീർത്തനത്തിലെ വചനങ്ങൾ മുഴുവനായിട്ടൊന്ന് വായിക്കുക. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, എനിക്ക് കാവൽ നിൽക്കുന്ന കർത്താവ് ഉറക്കം തൂങ്ങത്തില്ല, അവൻ എന്നെ പരിപാലിക്കുന്നു എന്ന് നമുക്കൊരു വലിയ ബോധ്യം തരുന്ന വചനമാണ്. ഇന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ ഈ ഒരു വചനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 121 സങ്കീർത്തനത്തിലെ 3, 4, 5 വാക്യങ്ങൾ അച്ഛനൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ എടുക്കണം. ബൈബിൾ എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. നാളെ എഴുന്നേൽക്കുമ്പോഴും ഇതൊന്ന് വായിക്കുന്ന ഒത്തിരി അനുഗ്രഹമായിട്ട് തീരും. 121 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: നിൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നുവെച്ചാൽ അർത്ഥമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് എന്നെ പിടിച്ചോളും, കർത്താവ് ഞാൻ വീഴാൻ വേണ്ടി എൻ്റെ കർത്താവ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കില്ല, എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നൊരു ബോധ്യമാണ്. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങയില്ല, ഉറക്കം തൂങ്ങില്ല. മുമ്പത്തെ വചനം തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ വചനങ്ങൾ വായിക്കുമ്പോഴും ഈ 121 സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ബോധ്യം ഇതാണ്: ഈശോയ്ക്ക് അങ്ങനെയൊന്നും കൈവിട്ട് കളയാൻ പറ്റുന്ന, ഈശോയ്ക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ഒരു കുഞ്ഞല്ല ഞാൻ. നമ്മളാരും അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ചില സമയം നമ്മുടെ കാല് വഴുതി പോകുന്ന സമയം ഉണ്ടാകാം, നമ്മളെ നോക്കിയിരിക്കാൻ, നമ്മളെ പരിഗണിക്കാനൊന്നും ആരുമില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന സമയങ്ങളുണ്ടാകാം. എന്നാൽ വചനം നമ്മളോട് പറയാണ്: ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറക്കം തൂങ്ങുകയില്ല, അവിടെ നിന്നെ കാത്തു പരിപാലിക്കുന്നുണ്ട്, നിൻ്റെ വലതുഭാഗത്ത് നിനക്ക് തണലേകാൻ കർത്താവ് നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. സമാധാനമായിട്ട് ഇന്ന് കടന്നുറങ്ങണം. ഉള്ള ടെൻഷൻസും സങ്കടങ്ങളും എല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. നാളെ രാവിലെ നമുക്ക് എഴുന്നേൽക്കണ്ടേ, കൂടുതൽ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ ജോലികൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാണ്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട 121 സങ്കീർത്തനം വായിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ സംരക്ഷണം നൽകണമേ. അങ്ങ് ഇവർക്ക് കാവലായി മുൻപിലും പിൻപിലും അങ്ങ് നിൽക്കണമേ. അങ്ങ് കാവലായി കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ശാന്തമായി കിടന്നുറങ്ങാൻ ഇന്ന് ഈ വചനം കേട്ട അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.